ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഈസിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ആവശ്യവുമില്ല. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, വീറ്റ് ഫ്ലോർ. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി ചേർക്കണം. മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് സവാളയും പച്ചമുളകും ചെറുതായി അരിഞ്ഞതാണ്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്. ഇത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഓപ്ഷണലാണ് കേട്ടോ. കയ്യിലില്ലെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി അതും ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പക്ഷേ കസൂരി മേത്തി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കസൂരി മേത്തി എന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ചേർക്കുന്നത് തൈരാണ്. തൈര് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ പുളി കുറവുള്ള ഫ്രഷ് ആയിട്ടുള്ള തൈര് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേവിച്ചതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം. വീണ്ടും 1/2 കപ്പ് വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ബാറ്റർ ഇനി നമുക്കൊന്ന് അടച്ചു വെക്കണം. 10 മിനിറ്റൊക്കെ മതിയാവും. പത്ത് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് തയ്യാറാക്കുന്നത്. പാനിൽ ഓയിലൊക്കെ ഒന്ന് തടവിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ തവിയായിട്ട് കോരി ഒഴിക്കാം. 2 തവി കോരി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ റൊട്ടിയൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ആ ഒരു തിക്നെസ്സാണ് വേണ്ടുന്നത്. ദോശ പരത്തുന്നത് പോലെ പരത്താൻ നിൽക്കരുത് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല തിക്കായിട്ടിരിക്കണം. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ മറിച്ചിടുമ്പോൾ തിക്നെസ് ഇല്ലെങ്കിൽ അത് നമുക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം പറയുകയാണ്, ഇത് നല്ല തിക്കായിട്ട് ഇരിക്കണം. ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കുറച്ച് ടൈം എടുത്തുകൊണ്ട് കുക്ക് ചെയ്യണം. മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇതിപ്പോൾ ഞാൻ നോൺ സ്റ്റിക്ക് പാനിലാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതല്ലെങ്കിൽ കുറച്ചുകൂടെ വേഗം ഇത് റെഡിയായി കിട്ടും. നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്തുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടാത്ത പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് പറയാണ്, കുറച്ച് ടൈം എടുത്തുകൊണ്ട് നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ 3 അതിൽ കൂടുതലോ ഒക്കെ എടുക്കാം. വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്